ഹരീഷിന് ഒന്നും അറിയില്ല ഹരീഷ്. നിന്റെ പല വിശ്വാസങ്ങളും തെറ്റാണ്. ഹരീഷേ, ഞാൻ നിന്റെ പെങ്ങൾ രമ്യയോട് ഒരു വിശ്വാസവഞ്ചനയും കാണിച്ചിട്ടില്ല. അവളെ ഞാൻ പ്രേമിച്ചിട്ടില്ല. ഞാൻ കുട്ടിക്കാലം മുതലേ കണ്ടതല്ലേ അവളെ. ശ്രീലക്ഷ്മിയെ പോലെ തന്നെ എന്റെ ഒരു സ്വന്തം പെങ്ങളായിട്ട് മാത്രമാണ് അവളെ ഞാൻ കണ്ടത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ മാറ്റ കല്യാണത്തിന് സമ്മതിച്ചത്? അങ്ങനെ ഒരു തെറ്റ് എന്റെ ഭാഗത്തുനിന്ന് വന്നു. നിങ്ങളുടെ പ്രണയ കല്യാണം നടക്കാൻ വേണ്ടി എനിക്ക് രുക്മിണി ആന്റിയുടെ ഡിമാൻഡുകൾ അംഗീകരിക്കേണ്ടി വന്നു. 20-24 വർഷത്തോളം പെങ്ങളെപ്പോലെ കണ്ട ഒരു പെണ്ണിനെ പെട്ടെന്ന് ഭാര്യയായിട്ട് സ്വീകരിക്കേണ്ടി വരുന്ന ഒരാണിന്റെ ഗതികേടെന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലാതെ ഞാൻ രമ്യ വഞ്ചിച്ചിട്ടില്ല. ഒരു തരത്തിലും ഞാൻ അവളെ ചതിച്ചിട്ടുമില്ല. എന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ തീരുമാനം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതുപോലെയൊക്കെ സംഭവിക്കുകയും ചെയ്തു. ദേ, കുഞ്ഞുനാൾ മുതലേ നമ്മൾ ഒരുമിച്ച് വളർന്നവരാ. അതുകൊണ്ട് തന്നെ നീയും രമ്യയും എന്നും എന്റെ കൂടപ്പിറപ്പാ. ഞാൻ കുറച്ച് ഇമോഷണലായി സംസാരിക്കുന്നത് എന്റെ കാര്യം സാധിച്ചെടുക്കാനുള്ള തട്ടിപ്പൊന്നുമല്ല. ഉള്ള സത്യങ്ങളാ ഞാൻ പറയുന്ന. എത്ര സന്തോഷത്തോടെ ജീവിച്ചവരാ നീയും ശ്രീയും. ശ്രീക്ക് മെന്റൽ പ്രോബ്ലംസ് ഒന്നുമില്ല. ആരോ എന്തോ മരുന്ന് കൊടുത്തു. അതിൽ നിന്ന് ചില മെന്റൽ ഷോക്ക് ഉണ്ടായി. അത് സത്യം. അത് കൊച്ചമണി വല്യമ്മ എന്തോ മരുന്ന് കൊടുത്തപ്പോ മാറുകയും ചെയ്തു. ആ, അവളെ ഭ്രാന്തി എന്ന് മുദ്രകുത്തി നീ ഉപേക്ഷിക്കരുത്. നീ ജീവനെ പോലെ അവളെ സ്നേഹിക്കുന്നുണ്ട്. നിന്നെയും തിരിച്ചവൾ അതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് നീ തിരിച്ചറിയണം. ഹരീഷ്, സത്യം എന്താണെന്ന് അറിയുമ്പോ നീ വേദനിക്കും. നിന്റെ അമ്മയെക്കുറിച്ച് മോശം പറയാനൊന്നും ഞങ്ങൾ ശീലിച്ചിട്ടില്ല. രുക്മിണി എനിക്ക് നീയും ശ്രീയും ഒരുമിച്ച് ജീവിക്കുന്നതിൽ ഒരു താല്പര്യവുമില്ല. അവർക്ക് നിന്നെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണം. എന്റെ പൊന്നു മോനെ, നീ രുക്മിണിക്കൊരു കറവ പശു മാത്രോ. നിന്നെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ സ്ത്രീധനം വാങ്ങി ആ രൂപ പലിശയ്ക്ക് കൊടുക്കാനാ നിന്റെ അമ്മയുടെ തീരുമാനം. ഹരീഷേ, നീ ഡിവോഴ്സിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് നിന്റെ അമ്മ പലരോടും പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞതാ. ശരിയാ, അമ്മ ആലോചിക്കുന്നുണ്ട്. ഗത്യന്തരമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? എന്ത് ഗത്യന്തരമില്ലായ്മയാ ഹരീഷ്? എന്ത് തെറ്റാ ശ്രീ നിന്നോട് ചെയ്തത്? ശ്രീക്ക് ഭ്രാന്താണെന്നും അവൾക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്നും കള്ളപ്രചരണം നടത്തി നിങ്ങളുടെ കല്യാണ ബന്ധം തകർക്കേണ്ടത് നിന്റെ അമ്മയുടെ ആവശ്യം. ആ കൊച്ചിന് ഒരു ഭ്രാന്തുമില്ല മോനെ. മനസ്സിലേക്ക് തീ കയറ്റുന്ന ഏതോ ഒരു മരുന്ന് ആരോ അവൾക്ക് കൊടുത്തു. അതിപ്പം മാറുകയും ചെയ്തു. രാജമോന്റെ വീട്ടിലെ ആർക്കും ഭ്രാന്തില്ല. പിന്നെ കുട്ടികൾ ഉണ്ടാവില്ലെന്ന നുണപ്രചരണം. ശ്രീ 7 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാ അബോഷനായത്. അതെന്താ മറന്നുപോയത്?